നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്നോടം വരെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ആശങ്കാജനകമായിരുന്നെങ്കിൽ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പതിവ് പോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു പോസിറ്റീവ് കാർഡ് പുറത്തിറക്കുക തന്നെ ചെയ്തു. സ്ഥിരം പല്ലവി പോലെ തന്നെ കരാർ ഒപ്പിടുവാൻ അടുത്തുവെന്നും കാത്തിരിക്കുന്നുവെന്നും അവകാശപ്പെട്ടുകൊണ്ട്, എന്നാൽ അതേസമയം വളരെ കഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇറാനുമായിട്ടുള്ള ആസൂത്രിത ആക്രമണങ്ങൾ റദ്ദാക്കിയതായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഇതുവരെ അന്തിമമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്നുള്ള പ്രസ്താവനയാണ് വരികയും ചെയ്തത്. എന്തൊക്കെയായാലും ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിനെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ കാണുവാനായിട്ടും സാധിക്കുക. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. രണ്ടാഴ്ചകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു US കോടതിയുടെ ഭാഗത്ത് നിന്നും H1B വിസയുടെ ഫീസ് $1,00,000 ഉയർത്തിയ US പ്രസിഡന്റ് ട്രംപിന്റെ നടപടിയെ US കോടതി തള്ളുകയുണ്ടായിരുന്നു. എന്നാൽ ഈ കോടതി വിധിക്കെതിരായിട്ടുള്ള അപ്പീൽ ട്രംപ് ഭരണകൂടം നൽകിയെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ദാബ ഇന്ത്യ, സാഗലിറ്റി, CNG ഇലക്ട്രോണിക്സ്, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നൊരു പക്ഷേ ശ്രദ്ധയെ ആകർഷിച്ചേക്കാം. അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ അവസാനം സ്റ്റോക്കിംഗ് ന്യൂസിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,400, 23,500 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് ഒരു പക്ഷേ ഇന്ന് നേരിട്ടേക്കാം. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം 23,400 എന്ന ലെവലിനടുത്തുള്ള ഓപ്പണിംഗ് ആണ് താനും. ആയതിനാൽ തന്നെ ഇന്ന് 23,500 എന്ന ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ശക്തമായ ഒരു റാലി മുന്നോട്ട് നിഫ്റ്റിക്ക് സാധ്യമായേക്കാം. എന്നാൽ അതേസമയം ഏതാനും ആഴ്ചകളായിട്ട് നിഫ്റ്റിയുടെ ക്രിട്ടിക്കൽ സപ്പോർട്ട് ഏരിയയായ 23,100 എന്ന ലെവലിന് തൊട്ടു മുകളിലായിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,050 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 23,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. ആയതിനാൽ തന്നെ 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലിംഗ് വർദ്ധിക്കുവാനും ബിയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളാണ് ഏറെയും നിലനിൽക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഈ ആഴ്ചയിലെ ആദ്യ 4 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇവന്റുകളൊന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളതും മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളതും ആയ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ US നിന്നുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ആയിരുന്നു ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട മെയ് മാസത്തെ PPI ഡാറ്റയുടെ റിലീസ് മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളത്. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മന്ത് ഓൺ മന്ത് ബേസിസിൽ 1.6%, ഇയർ ഓൺ ഇയർ ബേസിസിൽ 6.42% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് നവംബർ 2022 ശേഷം ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഏറ്റവും വലിയ ഉയർച്ചയാണ് ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട PPI ഡാറ്റയിൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ആയതിനാൽ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട PPI ഡാറ്റ മോശമായി തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. സെൻസെക്സിന്റെ എക്സ്പയറിയെ തുടർന്നുണ്ടായ വോൾട്ടാലിറ്റിയുടെ ഫലമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ ശക്തമായതിനെ തുടർന്ന് ഷാർപ്പ് സ്വിംഗിനു ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,987.09 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തിക്കൊണ്ട് സെല്ലിംഗ് നേരിയ തോതിലാണെങ്കിലും കുറച്ചുകൊണ്ടുവരുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ഈ കലണ്ടർ മാസത്തിലെ ഏറ്റവും താഴ്ന്ന തുകയ്ക്കാണ്, അതായത് സിംഗിൾ ഡേയിലെ സെല്ലിംഗ് ആണ് അവർ ഇന്നലെ നടത്തുകയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,224.51 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 US നിന്നും ജൂൺ മാസത്തെ മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇനി ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസ് ADRന് 1.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന്
0.5%, HDFC ബാങ്ക്, ICICI ബാങ്ക് ADRകൾക്ക് 2.5%-ലേറെയും നേട്ടം കൈവരിക്കുവാനായപ്പോൾ വിപ്രോ ADRന് 2.25%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ മോശമായ PPI ഡാറ്റ വന്നെങ്കിൽ കൂടിയിട്ടും പ്രസിഡന്റ് ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പുതിയ പ്രഖ്യാപനത്തെ തുടർന്ന് S&P 500-ന് 1.25%-ന്റെയും നാസ്ഡാക്കിന് 2.5%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. എസ്പെഷ്യലി എണ്ണയുടെ വിലയിലുണ്ടായ ഇടിവും ഇതിന് സഹായകമാവുകയും ചെയ്തു. മാത്രമല്ല US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും ശക്തമായ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 0.48%-ന്റെ അഥവാ 0.5%-ന്റെ അടുത്ത് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി അഥവാ 14 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനും സാധിച്ചു. ഗിഫ്റ്റ് നിഫ്റ്റിയിലും ശക്തമായ ഉണർവ് തന്നെയാണ് പ്രകടമാകുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 4.25%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 8.25%-നടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-നടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം $1.25 ബ്രെന്റ് ക്രൂഡിന്റെ വില 89.17 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $86.45 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വില $4255.55 പെർ ഔൺസിന് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.92 എന്ന നിലയിലും മാക്സ് പെയിൻ 23,200 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയും നേരിടേണ്ടി വന്ന നേരിയ ഇടിവിന്റെ ഫലമായിട്ട് RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 37.86 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,500 എന്ന സ്ട്രൈക്കിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 23,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഒരുപക്ഷെ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ മാറിമറിയാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ദാബർ ഇന്ത്യ ദാദ്ര നഗർ ഹവേലിയിലെ സിൽവാസിലുള്ള കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റില് US FDA നടത്തിയ പരിശോധനയിൽ ഡാറ്റ സമഗ്രത, മെയിന്റനൻസ് ലാബ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ കണ്ടെത്തി. വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത പവർ, വേദാന്ത അലൂമിനിയം ആൻഡ് മെറ്റൽ, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ എന്നീ അനുബന്ധ സ്ഥാപനങ്ങൾ ജൂൺ 15-ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അവയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. IRCTC കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടറായിട്ട് ശ്രീ രജനീഷ് നരൈനെ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഇന്ത്യൻ സർക്കാർ നിയമിച്ചു. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരിൽ ശ്രീ സഞ്ജയ് ലോഹിയെ ഇന്ത്യൻ സർക്കാർ ഉടനടി തന്നെ നിയമിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സാഗിലിറ്റി US ആസ്ഥാനമായുള്ള ഹെൽത്ത് കെയർ അനലിറ്റിക്സ് കമ്പനിയായ കെയർസീഡിനെ കമ്പനി അക്വയർ ചെയ്തു. അദാനി എന്റർപ്രൈസസ് കമ്പനിയുടെ സംയുക്ത സംരംഭമായ അദാനി കോണെക്സ് അദാനി ഇൻഫ്രയിൽ നിന്ന് മധുവന്തി ബിൽഡ് എസ്റ്റേറ്റിന്റെ 100% ഓഹരികൾ ഏറ്റെടുത്തു. ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പ്ലാറ്റിനം ജാസ്മിൻ A 2018 ട്രസ്റ്റ് ലെൻസ്കാർട്ടിന്റെ 2.3% സ്റ്റേക്ക് അഥവാ 4 കോടി ഷെയറുകൾ 1,900 കോടി രൂപയ്ക്ക് വിറ്റൊഴിഞ്ഞു. GNG ഇലക്ട്രോണിക്സ് പ്രൊമോട്ടറായ ശ്രീ VDS ഗാഡേവാൾ 44.87 ലക്ഷം ഓഹരികൾ അഥവാ 3.93% വരുന്ന സ്റ്റേക്ക് 390 രൂപ പെർ ഷെയർ എന്ന നിരക്കിൽ വിറ്റൊഴിഞ്ഞു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.